السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. നബിയെ, താങ്കൾക്ക് നാം ഈ വേദഗ്രന്ഥം ഇറക്കി തന്നിട്ടില്ല. അവർ ഏതൊരു കാര്യത്തിൽ ഭിന്നാഭിപ്രായത്തിൽ ആയിരിക്കുന്നുവോ അതിനെ അവർക്ക് താങ്കൾ വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയല്ലാതെ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് ഈ പരിശുദ്ധ ഖുർആൻ ഹിദായത്താണ്, റഹ്മത്തു ആണ്. അല്ലാഹു സുബ്ഹാനഹു തആല വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ മനുഷ്യരെ നേർമാർഗത്തിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി അവൻ്റെ പ്രവാചകന്മാരെ അയച്ചു. വളരെ കുറച്ച് പേര് മാത്രമേ അവരിൽ വിശ്വസിച്ചുള്ളൂ. വിശ്വസിച്ചവർ തന്നെ പിന്നീട് കാലക്രമത്തിൽ പല കാര്യത്തിലും ഭിന്നിക്കുകയുണ്ടായി. അതായത് പരലോകം, വിചാരണ, അതുപോലെയുള്ളതായ കാര്യങ്ങൾ. അപ്പം ആ കാര്യങ്ങൾ, അവർ ഭിന്നിച്ച കാര്യങ്ങൾ, അത് മനുഷ്യർക്ക് വിവരിച്ചു കൊടുക്കാനും പ്രസ്തുത ഒരു മതപരമായ വിശ്വാസാചാരങ്ങളിൽ ഇബ്ലീസ് കടത്തിക്കൂട്ടിയ ഭിന്ന അഭിപ്രായങ്ങളിലുള്ള അതിൻ്റെ യഥാർത്ഥവും സത്യവും വിവരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രവാചകൻ്റെ ദൗത്യം, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ദൗത്യം. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഖുർആൻ വിവരിച്ചു കൊടുക്കുക, അതിലേക്ക് അവരെ ക്ഷണിക്കുക, ഇതാണ് പ്രവാചകൻ്റെ ദൗത്യം. അല്ലാതെ അവരെ നിർബന്ധിച്ച് കാര്യങ്ങൾ വിശ്വസിപ്പിക്കുക എന്നത് പ്രവാചകൻ്റെ പ്രവൃത്തിയെ അല്ല. അതേസമയം തന്നെ ഇത് വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് ഹിദായത്താണ്, റഹ്മത്താണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ അവൻ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.